എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1385 സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കാൻ പോകുന്നത്. ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമ്മുടെ സ്വന്തം ഡോക്ടർ VK ദേവരാജാണ് ഇന്ന് നമുക്ക് ഈ ചർച്ചയിൽ നേതൃത്വം വഹിക്കുന്നത്. ഡോക്ടർ ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം ചേർത്തലയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഫ്രഷ് ഹോമിയോപ്പതി പഠന ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ്. ISK ട്രസ്റ്റ് ബോർഡ് അംഗം, ISKയുടെ ഫാക്കൽറ്റി സെൽ മെമ്പർ എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 30 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. ഇന്ന് നമ്മൾ പൊതുജനാരോഗ്യ ബിൽ 2023 നെല്ലും പതിരും എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് ഈ വെബിനാറിൽ നടക്കാൻ പോകുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നതിനായി VK ദേവരാജ് ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ആരംഭിക്കാലോ അല്ലേ? ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്നലെ ഡോക്ടർ ധനേഷ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ഒരു ചർച്ചയായിട്ട് നമുക്ക് വെക്കാം, അതിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, കാരണം ഈ പൊതുജനാരോഗ്യ ബില്ല് എന്ന് പറയുന്ന കാര്യത്തിൽ പ്രത്യേക തയ്യാറെടുപ്പ് ഇപ്പൊ വേണ്ട. കുറെ നാളുകളായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്ന കാരണം അതിന്റെ ഒരു മറ്റ് തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. ഒരു സെക്കൻഡ്, സോറി, തയ്യാറെടുപ്പുകളൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അത് സമ്മതിച്ചത്. മാത്രമല്ല, സമ്മതിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ, അവര് നമ്മള് ഇവിടെ എറണാകുളത്ത് വെച്ച് ഈ ജൂൺ 30 ഹോട്ടൽ സൗത്ത് റീജൻസിയിൽ വെച്ച് പൊതുജനാരോഗ്യ ആക്ടിനെ കുറിച്ച് ഒരു സംഘം, ഒരു സെമിനാർ നടത്തുകയാണ്. അതിൽ പ്രമുഖ അഡ്വക്കേറ്റുമാരുൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്ത് നിയമജ്ഞന്മാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നും കൂടി നമ്മൾക്ക് അവിടെ കേൾക്കാൻ കഴിയും. അപ്പൊ അത്തരമൊരു സമ്മേളനത്തിന്റെ അതിന്റെ തുടക്കം, അല്ലെങ്കിൽ അതിന്റെ ആ വേദിയിലേക്ക് പോകുന്ന സമയം അടുത്തത് കൊണ്ട് ഇത്തരമൊരു ചർച്ച തികച്ചും ആവശ്യമാണ്. അതാണ് എനിക്ക് ഉള്ള മറ്റൊരു സന്തോഷം. രണ്ടാമത്, ഞങ്ങളിപ്പോ കോഴിക്കോട് നടത്തിയിരുന്നു. കോഴിക്കോട് ഒരു സംഗമം നടത്തി. അവിടെ എത്തിയതൊക്കെ കൂടുതലും സീനിയർ ഡോക്ടർമാരാണ്. 2 വിദ്യാർത്ഥികൾ മാത്രമാണ്. മെഡിക്കൽ ഓഫീസർമാർ ആകെ 6 പേരെ വന്നുള്ളൂ. കൂടുതലും സീനിയർ ഡോക്ടേഴ്സ് ആണ് അവിടെ എത്തിയത്. അപ്പോൾ ഇത് പുതിയ തലമുറ എന്തുകൊണ്ടോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊരു ഖേദകരമായ വസ്തുതയാണ്. അപ്പോൾ ഈ പൊതുജനാരോഗ്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിലവില് നമ്മളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ആദ്യം ഒന്ന് നോക്കാം. കാരണം പൊതുജനാരോഗ്യ ബില്ലില് നമ്മളെന്താ ചർവിത തർവണം ചെയ്യുക എന്ന് പറയുന്ന പോലെ ഈ IFPHന്റെ വേദിയിൽ ഇപ്പൊ വളരെ അധികം ദിവസം ഇത് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഈയിടെയായിട്ട് ചില മേഖലകളിൽ നിന്നും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊരു വിഭാഗം ഈ പൊതുജനാരോഗ്യ ബില്ലിന് യാതൊരു കുഴപ്പവും ഇല്ലെന്നും മാത്രമല്ല അതിൽ അവർ ആവശ്യപ്പെട്ട 10 കാര്യങ്ങൾ സാധിച്ചെന്നും ഇതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വീകരണങ്ങൾ കൊടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്നാണ് അറിഞ്ഞത്. കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇതില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടൊപ്പം ക്ലാസ്സുകളും എടുക്കുന്നു. അവരും കുറച്ചുകൂടിയൊക്കെ ശരിയായ രീതിയിലേക്ക് വരും എന്ന് ഞാൻ കരുതുന്നു. മറ്റു പല സംഘടനകളും പല ഫാക്കൽറ്റികളെയൊക്കെ വെച്ച് ഇതിന് ക്ലാസ് ഒക്കെ എടുക്കുന്നു. ഇത്തരം ക്ലാസ്സുകളൊക്കെ എന്തായാലും നല്ല കാര്യം തന്നെ, അതൊക്കെ വരട്ടെ. പൊതുജനാരോഗ്യ ബിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നേരത്തെ തന്നെ നമ്മൾ അതിനെ പറ്റിയുള്ള നമ്മുടെ ഒരു നിഗമനങ്ങൾ എത്തിച്ചേർന്നതാണ്. ആ നിഗമനങ്ങൾ നമ്മൾക്ക് ഇന്നും അത്തരം കാര്യങ്ങൾ നമ്മൾക്ക് ഇന്നും തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതില് പ്രധാനമായിട്ടും ചിലർ ഉന്നയിക്കുന്നത് ഇത് ആരെയെങ്കിലും ഈ പൊതുജനാരോഗ്യ ബില്ലിൽ നമ്മൾ രോഗവിവരങ്ങൾ, ചികിത്സ ഉൾപ്പെടെ
അറിയിക്കണം എന്നുണ്ട്. പബ്ലിക് ഹെൽത്ത് ഓഫീസറെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഒറ്റ ക്ലോസ് ആണ്, ഇവർ ഈ പറയുന്നത് ഒറ്റ ക്ലോസ് ആണ്. ഞാൻ അതിന്റെ 3 ക്ലോസ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്യും. 3 അല്ല 4 സ്ഥലത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഇങ്ങനെയല്ല എന്ന് പറയുന്നത്. അതിൽ ഒരു ഗ്രൂപ്പിൽ ഞാൻ അറിഞ്ഞത്, ഞങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പിൽ ഒരു മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് അത് HIനെ അറിയിച്ചാലും മതി എന്നാണ് പറഞ്ഞത്. വേറെ ചില ഗ്രൂപ്പുകളിൽ കേട്ടത് അദ്ദേഹം നേരിട്ട് പറയാണ് HIനെ അറിയിച്ചാൽ മതി. മറിയാമ്മ ഡോക്ടറൊക്കെ അതിൽ സാക്ഷിയാണ്. മറിയാമ്മ ഡോക്ടർക്കൊക്കെ അറിയാം ഈ ചർച്ച ഇതൊക്കെ അറിയാം. HIനെ അറിയിച്ചാലും മതി. നിങ്ങൾക്ക് അത്ര അല്ല, HIനെ അറിയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇത് എന്റെ ബുദ്ധിമുട്ടിന്റെ പ്രശ്നമല്ല, വ്യക്തിയുടെ ഒരു നിയമം നടപ്പിലാക്കുന്നത് എനിക്കത് ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ മറ്റേയാളെ അറിയിക്കാം എന്ന് പറയാൻ പറ്റും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ മെഡിക്കൽ ഓഫീസറെ അറിയിക്കാം. പിന്നെ അതും ബുദ്ധിമുട്ടാണെങ്കിൽ DM പോലെ അറിയിക്കാം. അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നേരിട്ടുള്ള മെമ്പർ സെക്രട്ടറി അറിയിക്കാം. ഈ രീതിയിലാണ് അത്ര ചർച്ചകൾ. ഞാൻ നിങ്ങളോട് പറയാനുള്ള പ്രധാനമായിട്ടും 3 വകുപ്പ്, പിന്നെ ഒരു 4ാമത്തെ വകുപ്പ്. ഈ 4 വകുപ്പുകളിൽ എന്താണ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ ഈ പറയുന്നതിൽ എന്താണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഒന്ന് ബില്ല് ആണ് വായിക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള വിശകലനം വ്യാഖ്യാനം ഒന്നും അല്ല നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇരുപത്തിയെട്ടാമത്തെ വകുപ്പിലാണ് അത്. വകുപ്പ് ഞാനൊന്ന് തപ്പിയെടുത്തോട്ടെ. 28ാമത്തെ വകുപ്പിലെ സബ് ക്ലോസ്, മെയിൻ ക്ലോസിന്റെ സബ് ക്ലോസിലാണ് ഇത് പറയുന്നത്. ഈ ഇത്തരം കാര്യങ്ങൾ, ഇതിനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം അതാണ്. അതിനു മുമ്പ് തന്നെ അധികാരങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു വ്യക്തമായ രീതിയിലുള്ള പരാമർശം കിടക്കുന്നത് 28ാമത്തെ വകുപ്പിലാണ്. അതിൽ പറയുന്നത് അധ്യായം 7 28ാമത്തെ വകുപ്പിലാണ് പകർച്ചവ്യാധികൾ, വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. പകർച്ചവ്യാധി എന്നതിന്റെ നിർവചനത്തിൽപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും, പകർച്ചവ്യാധി എന്നത് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബില്ലിൽ, അത് ഡെഫിനിഷൻ ക്ലോസിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ രോഗങ്ങളും ഇതിൽ പെടും. വിജ്ഞാപനം ചെയ്യപ്പെട്ട മാത്രമല്ല പകർച്ചവ്യാധി, ഇതിൽ എഴുതിയിരിക്കുന്ന വാചകമാണ്. ഈ ആക്ടിൽ 2ാം വകുപ്പിൽ 1ാം വകുപ്പ് പ്രകാരം പകർച്ചവ്യാധി എന്നതിന്റെ നിർവചനത്തിൽപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും ഈ വകുപ്പിന്റെ പകർച്ചവ്യാധി എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ആക്ടിന്റെ ആവശ്യത്തിനായി വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധി അതുള്ള നമ്പറാണ്. ഞാൻ ഇനി ഇതിലേക്ക് വരാം. ഇതിൽ 28ല് 4ാമത്തെ ഉപവകുപ്പ്, വിജ്ഞാപനപ്പെടുത്തേണ്ട ഏതെങ്കിലും പകർച്ചവ്യാധി ഏതെങ്കിലും വ്യക്തികളുടെയോ സർക്കാർ ആശുപത്രിയുടെയോ സ്വകാര്യ ആശുപത്രിയുടെയോ ക്ലിനിക്കിന്റെയോ അല്ലെങ്കിൽ ലാബോറട്ടറിയുടെയോ ഗവേഷണ സ്ഥാപനങ്ങളുടെയോ ശ്രദ്ധയിൽപ്പെടുകയോ അറിയപ്പെടുകയോ ചെയ്താൽ ആ വ്യക്തിയോ അറിയപ്പെടുകയോ ചെയ്താൽ ആ വ്യക്തിയെ ചികിത്സിക്കേണ്ട. ആ വ്യക്തിയോ സ്ഥാപനമോ ഉടൻ തന്നെ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് തന്നെയാണ് പറയുന്നത്, ആർക്കും സംശയമില്ല. പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്രകാരമുള്ള വിവരം ലഭിക്കുമ്പോൾ അത്തരം രോഗങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇടപെടേണ്ടതാണ്. പിന്നെ നമ്മൾക്ക് ഇത് അപ്പൊ ഇവിടെ ഇതിൽ യാതൊരുവിധ സംശയമില്ല, പബ്ലിക് ഹെൽത്ത് ഓഫീസർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി 31 എന്താ പറയുന്നതെന്ന് നോക്കാം. അതാണ് ഇവര് പറയുന്നൊരു കാര്യം. മെഡിക്കൽ പ്രാക്ടീഷണർമാർ പകർച്ചവ്യാധിയുടെയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയുടെയോ വിവരം നൽകണം. നിർദ്ദിഷ്ട ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഏത് ചികിത്സാ സമ്പ്രദായത്തിലെയും ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറും തന്റെ പ്രാക്ടീസ് വേളയിൽ ഏതെങ്കിലും സ്വകാര്യമോ പൊതുവോ ആയ താമസ സ്ഥലത്ത് പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട. ചിലർക്ക് അങ്ങനെ പറയുന്നുണ്ട്, വിജ്ഞാപനപ്പെടുത്തേണ്ടാത്ത ചിക്കൻ ബോക്സ് നമുക്ക് അറിയിക്കേണ്ട എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ നിലവിലുള്ളതായി അറിഞ്ഞാൽ, അല്ലെങ്കിൽ ആയതുമൂലം നിലവിലുള്ളതായി അറിഞ്ഞാൽ മതി, ചികിത്സിക്കേണ്ട. ആയതുമൂലം മരണപ്പെട്ടെന്ന് അറിയുകയോ വിശ്വസിക്കാൻ കാരണമുണ്ടാവുകയോ ചെയ്താൽ, ഈ വിശ്വാസമൊക്കെ പണ്ട് ഹോമിയോപ്പതിക്കാരെ കളിയാക്കി പറയണതാണ്. ഇപ്പൊ ഇവരും വിശ്വാസ ചികിത്സയിലേക്ക് എത്തിയോ? അതെന്തെങ്കിലും ആട്ടെ, വിശ്വസിക്കാൻ കാരണമുണ്ടാവുകയോ ചെയ്താൽ ആ സംഗതി നേരത്തെ അറിയിച്ചില്ലെങ്കിൽ പരമാവധി 24 മണിക്കൂറിനകം പ്രാദേശിക ഹെൽത്ത് ഓഫീസർ അല്ലെങ്കിൽ ഇതിലേക്കായി സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും അധികാരിക്കും ആ വിവരം നൽകേണ്ടത്. ഇത് 48ലും ഇത് ആവർത്തിക്കുന്നു. ഇതേ കാര്യം തന്നെ 48 പിന്നെ വായിക്കാം. അതിലേക്കായി സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും അധികാരിക്കും ആ വിവരം, അതാണ് ഇവര് പറയുന്നത്
വിജ്ഞാപനം ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും അധികാരി. അതെവിടെയാണ്? അത് 75ാമത്തെ വകുപ്പിൽ കിടപ്പുണ്ട്. സർക്കാർ ഏത് അധികാരം വേണമെങ്കിലും സർക്കാരിന് ഏതെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കാം. വിജ്ഞാപനത്തിലൂടെ പകർന്നു കൊടുക്കാന്ന് പറയാണ്. പകർന്നു കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് അർത്ഥമുണ്ട്. കൊടുക്കാം. അത് ഈ അധികാരമൊന്നും പറയണില്ല. അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഉത്സവങ്ങൾ, മേളകൾ, ഇങ്ങനെയുള്ള, അതായത് ഒരു മെഡിക്കൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർ സെക്രട്ടറി തനിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നു. ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ 10,000-കണക്കിന് ആളുകൾ കൂടുന്ന ഒരു ഉത്സവം നടക്കുന്ന, അല്ലെങ്കിൽ ഒരു പെരുന്നാളോ അങ്ങനെയുള്ള സംഭവം നടക്കുന്ന ഒരു പള്ളി, ആ പ്രദേശത്തുള്ള ഒരു പ്രാദേശിക മെഡിക്കൽ ഓഫീസർക്ക് അയാൾക്ക് തനിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ അധിക പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരെ നിയമിക്കാൻ ഒരു വകുപ്പുണ്ട്. അതോടൊപ്പം ഈ ഇങ്ങനെ സർക്കാർ വിജ്ഞാപനത്തിലൂടെ അധികാരങ്ങൾ ഏൽപ്പിക്കാമെന്ന് പറയാണ്. ഏൽപ്പിക്കാമെന്ന് പറയുന്നത് ഞങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അധിക പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്നത്, പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആരാണെന്ന് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ക്ലോസ് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അത് കൃത്യമായിട്ട് ഹെൽത്ത് വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ മാത്രമായിരിക്കും പബ്ലിക് ഹെൽത്ത് ഓഫീസർ. അങ്ങനെയുള്ള പുതിയ അധിക പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരെ നിയമിക്കാമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് മറ്റേതെങ്കിലും ആയുഷ് ഡിപ്പാർട്ട്മെന്റിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആണെന്ന് വരുന്നില്ല. ഇനി നമ്മൾക്ക് ഇപ്പൊ ഞാൻ 48ലേക്ക് പോകുന്നുണ്ട്. 48ലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വായിക്കാൻ പോകുന്നത് ഓരോ, അതായത് 30ാമത്തെ വകുപ്പിലും ഇത് എഴുതിയിട്ടുണ്ട്. ഓരോ ആരോഗ്യ സ്ഥാപനവും 30ാമത്തെ 2ാമത്തെ ഉപവകുപ്പിൽ ഓരോ 2ാമത്തെ ഉപവകുപ്പാണ് ഓരോ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും പ്രദേശത്തെ പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ സംബന്ധിച്ച വിവരങ്ങൾ. ഇപ്പൊ 2ാമത്തതാണ് വായിച്ച 28-ൽ 4 വായിച്ചു. 2ാമത്തെ ബി, പകർച്ചവ്യാധിയോ വിജ്ഞാപനപ്പെടുത്തേണ്ട പകർച്ചവ്യാധിയോ ഉള്ളതായി സംശയപ്പെടുകയോ ചെയ്യുന്നവർക്കുള്ള രോഗനിർണയം, നൽകുന്ന സേവനങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ആവശ്യമായ ചികിത്സയും അതിന്റെ വിശദാംശങ്ങൾ എന്നിവ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും എല്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരു ക്ലോസും കൂടി. നേരത്തെ പ്രാദേശിക മതിയായിരുന്നു, ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ എവിടെയാണ് കിടക്കുന്നത്? സമിതി അംഗമായ കൃഷി വകുപ്പ് ഓഫീസറെയോ ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എവിടെ? അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നാണ്. ഇത് ഇത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഈ പറയുന്ന രീതി സംബന്ധിച്ച് പറയുന്നത്. ഇനി നമുക്ക് 48ാമത്തെ വകുപ്പിലേക്ക് പോകാം. 48 അതിന്റെ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. മുഴുവൻ വായിക്കുന്നില്ല. അതില് 4 സോറി 3 നല്ലത്. ആ 3 ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ആവശ്യപ്രകാരം പ്രദേശത്തെ പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള ഏതെങ്കിലും അസുഖത്തെ സംബന്ധിച്ച വിവരങ്ങൾ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ അല്ലെങ്കിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ നൽകുന്നതിന് ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറും പൊതു സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും ബാധ്യസ്ഥമാണ്. ഒന്ന് നേരത്തെ പറഞ്ഞതാണ് ഇക്കാര്യം, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. 2ാമത് പറഞ്ഞു. 3ാമതും വീണ്ടും പറയുകയാണ്, എല്ലാവരും പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് നൽകുന്നതിന് ഓരോ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ അല്ലെങ്കിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അങ്ങനെ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രമാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് നമ്മൾക്കറിയാം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയെ പ്രധാനമായിട്ടും ഉള്ളൂ. അത് അവർക്ക് ഇത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനേക്കാളും കൂടി ഇതിനെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നു ആർക്കാണ് മെഡിക്കൽ പ്രാക്ടീഷണറും പൊതു സ്വകാര്യ സ്ഥാപനവും ആർക്കാണ് കൊടുക്കേണ്ടത്? ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ അല്ലെങ്കിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ നൽകുന്നതിന് ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറും പൊതു സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും ബാധ്യസ്ഥമാണ്. പിന്നെ അതിന്റെ വകുപ്പുകൾ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരു മെഡിക്കൽ പ്രാക്ടീഷണറും പൊതുവോ സ്വകാര്യമായ ആരോഗ്യ സംരക്ഷണ സ്ഥാപനവും ശിക്ഷ 56ാം വകുപ്പിൽ നിർദ്ദേശിക്കുന്ന പിഴയ്ക്ക് ബാധ്യസ്ഥമായിരിക്കും. ഇങ്ങനെ 4 സ്ഥലത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്
തെറ്റിദ്ധരിപ്പിക്കുന്നത്. 4 സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എന്നും അല്ലെങ്കിൽ എന്ന് പറയുന്നത് എല്ലാ മെഡിക്കൽ ഓഫീസർക്കോ അല്ലെങ്കിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ പിന്നെ ഈ ആയുർവേദത്തിൽ പറയും എന്താ പുറന്തോട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേ ഇത് ഈ കസ്തൂരി കിട്ടിയില്ലെങ്കിൽ വെരുകുമ്പുഴ ആയാലും ചിലപ്പോൾ ചെറുക്കാന്ന് ഇങ്ങനെ കളിയാക്കി പറയും. എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ മറ്റവർക്ക് കൊടുത്താലും മതി എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇനി അതിലേക്കും കൂടി കിടക്കാം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പിന്നിലുണ്ട്. എന്താണ് ഇതിന്റെ പ്രശ്നം? ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് വിപണിയുടെ താല്പര്യമാണ്. ഈ രോഗത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളത് വിപണിയുടെ താല്പര്യം. ആ വിപണിയുടെ താല്പര്യത്തെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നമ്മൾക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ കേശവന് പനി വന്നു അല്ലെങ്കിൽ രാമകൃഷ്ണന് പനി വന്നു, ഇതറിഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇതൊക്കെ ഈ ഡാറ്റയ്ക്ക്, മെഡിക്കൽ ഡാറ്റയ്ക്ക് ഭയങ്കര സാധ്യതകളാണ്. ഇത് കമ്പനികൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള സാധ്യത ഭയങ്കരമാണ്. അത്തരമൊരു സാധ്യത ഇത് പൊതുവെ ഈ ആയുഷ് മേഖലയിലുള്ളവരുടെ വിവരങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അത് കൊടുക്കാൻ നമുക്ക് വിരോധമൊന്നുമില്ല, കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പണ്ട് ചെയ്തോണ്ടിരുന്ന പോലെ പനി ഇത്ര, അവിടെ പിന്നെ രോഗിയുടെ പേരും ആധാറും ഒന്നും കൊടുക്കുന്നില്ല. മറിച്ച് പിന്നെ എന്താണ് കൊടുക്കുന്നത്? പനി ഇത്ര, ചിക്കൻ ബോക്സ് ഇത്ര, മീസിൽസ് ഇത്ര, അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതിന് ഇനി വേണ്ട, എല്ലാവിധ സുരക്ഷിതമുണ്ടെങ്കിലും ഈ നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മളിത് കൊടുക്കുന്നതിന് നാളെ ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട്, ഞാൻ മറ്റ് കമ്പനികളുടെ താല്പര്യമല്ല പറഞ്ഞത്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വിശകലനം ചെയ്തിട്ട് ഒരു പ്രദേശത്തുണ്ടായ പനിക്ക് ഇന്ന മരുന്നാണ് കൂടുതലായിട്ട് ഫലപ്രദമായി എന്ന് കണ്ടത് അടുത്ത ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയണം. അതിന് കൊടുക്കേണ്ടത് നമ്മുടെ മെഡിക്കൽ ഓഫീസർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ DMOക്കാണ്. കാരണം അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ അവർക്കേ പറ്റുള്ളൂ. ഇത് ഹെൽത്തിലെ DMOക്കും അല്ലെങ്കിൽ ഹെൽത്തിലെ മെഡിക്കൽ ഓഫീസർക്കും ഇത് കൊടുത്തുകൊണ്ട് ഇതിന് എന്ത് വിശകലനം ഇവർക്കത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു മരുന്ന് ഒരു പ്രദേശത്തുണ്ടായ പനിക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് വ്യാപകമായി കാണുന്ന ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ കൊടുക്കുന്ന മരുന്ന്, അതിന്റെ വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇത് കൊടുക്കേണ്ടത് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കായിരിക്കണം അത് കൊടുക്കേണ്ടത്. അത് കൊടുക്കുക അത് പ്രയോജനമുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയണം. മെഡിക്കൽ ഓഡിറ്റിംഗ് വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. മെഡിക്കൽ ഓഡിറ്റിംഗ് വേണം, തീർച്ചയായിട്ടും വേണം. സ്റ്റാറ്റിസ്റ്റിക്സ് വേണം, ഇതൊക്കെ വേണം. ഇതിന് കണക്ക്. പക്ഷെ ഇവർക്ക് തന്നെ അത്തരം വിവരങ്ങൾ നിർബന്ധമായും കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കുന്നത് ആരും പിന്നാമ്പറത്തോടെ കൊണ്ടുവന്ന സാധനമൊന്നുമില്ല. 1973 സെൻട്രൽ കൗൺസിൽ ആക്ട്, 2021 മറ്റേ ഹോമിയോപ്പതിക് കമ്മീഷൻ, എന്താണ് പറഞ്ഞത്? അതിന്റെ നമ്മൾ പറയുന്ന പേരെന്താണ്? എന്തായാലും പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് ഈ സാധനം നിലനിൽക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം നിലനിൽക്കുന്ന ഒരു സംഭവത്തെ ഇവർക്ക് മറികടക്കാൻ ഇതില് ചട്ടങ്ങളിൽ ഒരു കാര്യം ചേർത്താൽ മതി. ഇത് നിലനിൽക്കുന്ന സെൻട്രൽ കൗൺസിൽ ആക്ടിനെയോ ഹോമിയോപ്പതിക് കമ്മീഷൻ ആക്ടിനെയോ ഇത് നിഷേധിക്കാൻ പാടില്ല. പഞ്ചായത്ത് രാജ് നിയമങ്ങളുടെ ഈ ആക്ടിലെ ഒരു വകുപ്പും അതിക്രമിക്കാൻ പാടില്ല, അതിലംഘിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ചേർത്തിട്ടുണ്ട്. അതുപോലെ വെക്ടർ കൺട്രോളിന്റെ കാര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ഒരു ചട്ടങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് ആക്ടിൽ പറയുന്ന പല സ്ഥലത്തായിട്ടാണ്, ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ഒരു ചട്ടങ്ങളെയും ഇത് ഈ കാര്യം ഇയാൾക്ക് സർവാധികാരമാണ്, പിന്നെ PHOയ്ക്ക് സർവാധികാരമാണ്. പക്ഷെ എന്നാൽ പോലും പഞ്ചായത്ത് രാജ് ആക്ട് നിയമങ്ങളെ ഒന്നും മറികടക്കാൻ ഇവർക്ക് അധികാരമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഫാമിൽ പഞ്ചായത്തിന്റെ വക പരിശോധന നടത്തി ഒരു പിഴയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് കയറി വേറൊരു പിഴയിടാൻ ഇവർക്ക് അധികാരമില്ല. ഇതിൽ കൃത്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പഞ്ചായത്ത് രാജ് ആക്ടിനെയോ അത്തരം നിയമങ്ങളെയോ അതിനെ ഒന്നും മറികടക്കാതെ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കാര്യത്തിലും അതിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ വരുന്നില്ല? നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി, അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടാൻ. നാഷണൽ കമ്മീഷൻ അതൊക്കെ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഈ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ വേണ്ട, നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ടിൽ നമ്മുടെ അതിലെ വ്യവസ്ഥകളെ ഒന്നും ഇതിൽ എന്ത് നടപ്പിലായാൽ പോലും അതിലെ വ്യവസ്ഥകളെ ഒന്നും ലംഘിക്കുന്ന പാടില്ല എന്നൊരു വകുപ്പ് ഇവിടെ നിലനിൽക്കുന്ന നിയമമാണല്ലോ. നമ്മൾ പുതിയതൊന്നും കൊണ്ടുവരാനോ നമുക്ക് പുതിയ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ഇങ്ങനെ ഒരു വകുപ്പ് ഇതിനകത്ത് എഴുതി ചേർത്താൽ മതി, പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ചികിത്സ ചെയ്യാം. ഇത് നിലനിൽക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ടിൽ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 30ാമത്തെ വകുപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ മെഡിക്കൽ പ്രാക്ടീഷേഴ്സും അവരുടെ സിസ്റ്റത്തിലുള്ള ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിന് ഇവിടെ
പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് 7-ൽ 8-ലാണ് പ്രോട്ടോകോൾ പറയുന്നത്. ജോബ് കൊലാടി ഡോക്ടർ വന്നിട്ടുണ്ട്, ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ. അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ നിലനിൽക്കുന്ന നിയമപ്രകാരം ഇതായില്ലേ, നിലനിൽക്കുന്ന നിയമപ്രകാരം ഇത് ഈ രണ്ടുപേര് പിന്നെയും വന്ന് കാത്തിരിക്കുന്നു. അഡ്മിറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ കേറാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. കേറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നത് വെയിറ്റിംഗ് റൂമിൽ ഇനി ആളെ ശേഷിക്കുന്നുണ്ട്. അത് ചെയ്തോളാം ഡോക്ടറെ, ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഈ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്നാൽ പാർലമെന്റ് കേരള നിയമസഭ പാസ്സാക്കിയതാണ് മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട്. അപ്പോൾ അത് ഈ സർക്കാർ തന്നെ പാസ്സാക്കിയ ആക്ടാണ്. ആ ആക്ടിലെ നിയമങ്ങളെ ഇതിലെ ഒരു വകുപ്പുകളും ആ ആക്ടിലെ നിയമങ്ങളെ ലംഘിക്കാൻ പാടില്ല എന്നൊരു ക്ലോസ് ചേർത്താൽ മതി. അതല്ലെങ്കിൽ ചട്ടങ്ങൾ അങ്ങനെ ചേർക്കണം. അങ്ങനെ ചേർക്കാത്തടത്തോളം കാലം നമ്മൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ മുൻ അനുഭവം. കൊറോണ കാലത്ത് നമ്മളെ പൂർണ്ണമായിട്ട് ചികിത്സ നിഷേധിക്കുകയും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് മന്ത്രിയോട് ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ പോയപ്പോൾ മന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, ചർച്ച ചെയ്യാനല്ല നിവേദനം കൊടുത്തു. ഞങ്ങൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഈ കൊറോണ കാലത്തെ അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടനെ പറഞ്ഞത് അത് ഇന്റർനാഷണൽ നിയമമാണ്, അതുകൊണ്ടാണ്. അപ്പൊ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. തിരിച്ചു ഞാൻ ചോദിച്ചു, അല്ല ഇന്റർനാഷണൽ നിയമമാണെങ്കിൽ പിന്നെ കോടതി പോയിട്ട് എങ്ങനെയാണത് കോടതി തള്ളിക്കളഞ്ഞെന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വക്കീല്, ഈ കോഴിക്കോട് വന്ന വക്കീലും പറഞ്ഞ ഈ ഒരു കാര്യം, അതിന് അറിഞ്ഞോണ്ടല്ല അദ്ദേഹം പറഞ്ഞത് ഏത് അന്താരാഷ്ട്ര നിയമം ഉണ്ടെങ്കിലും ഇന്ത്യ ഒരു പരമാധികാര സോവറിറ്റി, അതിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ഭരണഘടനയാണ്, ഇതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇവിടുത്തെ നിയമങ്ങളെ ലംഘിക്കാനായിട്ട് ഒരു അന്താരാഷ്ട്ര നിയമത്തിനും പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി അതെടുത്ത് ചവിട്ടുകൊട്ടയിലേക്ക് ഇട്ടതുകൊണ്ടാണല്ലോ. നമ്മൾക്ക് നമ്മുടെ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള അവകാശങ്ങൾ അത് നിലനിർത്തണം എന്ന് മാത്രമാണ്. നമ്മൾ പുതിയതൊന്നും ചോദിക്കുന്നില്ല. ഭരണഘടന തന്നിട്ടുള്ള, മാത്രമല്ല അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു ആക്ട് ഒരാൾക്ക് എഴുതി വെക്കാൻ പാടില്ല. ഇങ്ങനെ എഴുതി വെക്കാനായിട്ട് പറ്റില്ല. ഇവര് കഴിഞ്ഞ ബില്ലിൽ വളരെ പച്ചക്ക് എഴുതി വെച്ചിരുന്നു, ഇപ്പോൾ മറച്ചു പിടിച്ച് രഹസ്യമായിട്ട് എഴുതി വെച്ചിരിക്കും. തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കഴിഞ്ഞതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നിട്ടില്ല എന്നല്ല പറയണം, പക്ഷെ മാറ്റം വന്നപ്പോൾ പോലും കഴിഞ്ഞ ബില്ലിൽ പച്ചയായിട്ട് എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ ഈ ബില്ലിൽ അത് വളരെ ഗുപ്തമായിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്നു. ഈ വൈകിക്കേറിയവർക്ക് വേണ്ടി ഞാൻ ഇവിടെ 4 ആക്ടുകളെ 4 ആക്ടിലെ 4 വകുപ്പുകൾ 4 ക്ലോസുകൾ എടുത്ത് വായിച്ചു. ഈ 4ലും പറയുന്നത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയിരിക്കണം ഇത് സ്വീകരിക്കേണ്ടതെന്നും അയാൾക്ക് കൊടുത്തിരിക്കണമെന്നും, കൊടുത്തില്ലെങ്കിൽ ശിക്ഷയാണ്. വകുപ്പ് 28 4 പറയുന്നുണ്ട്, 29 30 പറയുന്നുണ്ട്, 48 പറയുന്നുണ്ട്, 31 പറയുന്നുണ്ട്. 31 ഇത്രയും 4 വകുപ്പുകളിലും പറയുന്നത് ഇത് കൊടുക്കേണ്ടത് ഒന്നുകിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ. ഇത് രണ്ടും ആരാണെന്ന് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ടായിരിക്കെ ഇത്തരം കൺഫ്യൂഷനുകൾ പരത്തുന്നത് ആർക്ക് വേണ്ടി? ഈ ബില്ല് ഇതേപടി നിലനിൽക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? അത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ബില്ല് ഇതേപടി നിലനിൽക്കണമെന്ന് ഇത്തരം കൺഫ്യൂഷനുകൾ പരത്തിക്കൊണ്ട് ഈ ബില്ല് ഇവിടെ ഈ 4 ആക്ടിലും വ്യക്തമായി ഇവിടെ ഞാൻ വായിച്ചതാണ്. ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 4 ആക്ടിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അത് ലംഘിക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതിനെ ഇവർക്ക് താൽക്കാലികമായിട്ട് ചെയ്ത ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കൊറോണ കാലത്ത് നമ്മൾക്ക് തീർച്ചയായിട്ടും അതിനെ കണ്ണും കെട്ടിയിരിക്കാൻ പറ്റത്തില്ല. അതിനെതിരെ വിജയം പരാജയത്തിൻ്റെയൊക്കെയല്ല, നമ്മൾ മാക്സിമം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. ഈ രാജ്യത്ത് തുടർന്നു വരുന്ന ഒരു രീതിയുണ്ട്. ഈ രീതിയൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാക്കിയ മെഡിക്കൽ ബില്ലെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നത് ആത്മഹത്യാപരമാണ്. അതൊരു ശരിയായ രീതിയല്ല. മാത്രമല്ല
ഈ ഇനി വരാൻ പോകുന്ന പ്രോട്ടോകോൾ ഉണ്ടാക്കി വെക്കാന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. പലരും പറയുന്നുണ്ട് നമ്മൾ പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചാൽ മതി, അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താ ഈ വർഷകാലത്തൊക്കെ എടുക്കാൻ വേണ്ടി മാങ്ങ ഉപ്പിട്ട് വെക്കുന്ന പോലെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ പ്രോട്ടോകോളൊക്കെ? ഇതൊക്കെ അസുഖം വരുമ്പോഴാണ് നമ്മൾ എപ്പിഡമിക് വരുമ്പോൾ അപ്പോഴത്തെ ജീനസ് എപ്പിഡമിക് സെലക്ട് ചെയ്യുന്ന അപ്പോഴത്തെ സിംറ്റം എടുത്തിട്ടല്ലേ, പിന്നെ വരാൻ പോകുന്ന അസുഖങ്ങൾ വരെ ബില്ലിൽ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു ലളിതവൽക്കരണം ഇതിൽ ഒരു പ്രശ്നവും ഇല്ല. ലളിതവൽക്കരിക്കുകയാണ് ലളിതവൽക്കരിക്കുന്ന ഒരു സമീപനം, അത് തീർച്ചയായിട്ടും അതിനോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ വിഷയത്തിൽ അതായത് മെഡിക്കൽ ഓഫീസർക്ക് മെമ്പർ സെക്രട്ടറി ആയ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അല്ല കൊടുക്കേണ്ടതെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഉന്നയിക്കാം. ഞാൻ തർക്കമുണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ കൃത്യമായിട്ട് വകുപ്പ് എടുത്ത് 4 വകുപ്പും വായിച്ചു കേൾപ്പിച്ചതാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊരു ചർച്ചയാണ്, എന്നിട്ട് നമ്മൾക്ക് പിന്നെ ബാക്കിയുള്ള കാര്യത്തിലേക്ക്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിക്കാം. അതെ, നമ്മളെപ്പോഴും കാര്യമാത്ര പ്രസക്തമായാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഡോക്ടർ ദേവരാജനൊക്കെ പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം ഇതിനകത്തൊരു ആരോഗ്യ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ IFPH തന്നെ മുൻകൈ എടുത്തിട്ട് ഉണ്ടായതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് പിന്നെ വായിച്ചു നോക്കുമ്പോഴാണ് ഈ സമിതി എന്നൊരു പേരുള്ള അവർ നോക്കുകുത്തി പോലെയാണ് തോന്നുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെയാണ്. കാരണം പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞാൽ മെമ്പർ സെക്രട്ടറി മാത്രമാണ്, പക്ഷെ ആരോഗ്യ സമിതി പരിശോധിക്കണമെന്നും പറയുന്നില്ല. അപ്പൊ അതിനകത്ത് വലിയൊരു അപാകത അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത യാതൊരു നിയമങ്ങളും നിലനിൽക്കുന്നതല്ല എന്ന് നമ്മുടെ നാഷണൽ ഹോമിയോപ്പതി കമ്മീഷനും അതുപോലെ ഇന്ത്യൻ മെഡിസിൻ കമ്മീഷനും കേരള ഗവൺമെന്റ് ഓർമ്മിപ്പിച്ചതാണ്, കത്തയച്ചിരുന്നതാണ്, നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ അതൊന്നും തന്നെ ഇതിനകത്ത് രണ്ടാമത് വന്നിട്ടില്ല, അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ അത് മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ട്രീറ്റിയെ പറ്റി എപ്പോഴും പറയും. യഥാർത്ഥത്തിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 46ാമത്തെ ആർട്ടിക്കിളാണ് 2023 ഏപ്രിൽ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഏപ്രിൽ 17 ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് ഇതല്ലെങ്കിൽ അതാത് രാജ്യങ്ങൾ തീരുമാനിക്കുമെന്നും പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതല്ല, സ്വതന്ത്ര റിപ്പബ്ലിക് ആയതുകൊണ്ട് ആർക്കും കൈയടത്താൻ പറ്റൂല, അത് വസ്തുതയാണ്. പക്ഷെ ഇങ്ങനെ കൂടെ പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ആർക്കോ വേണ്ടിയാണ് ഈ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നത്. പിന്നെ നമുക്കറിയാലോ കേരളത്തിലെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള പ്രസക്തമല്ല. പലപ്പോഴും ഈ പറഞ്ഞ ബുദ്ധിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഹോമിയോപ്പതിക്ക് ദോഷം തന്നെയായിരിക്കും. ദേവരാജ ഡോക്ടർ വളരെ പ്രസക്തമായ കാര്യമാണ്. നന്ദി. ഡോക്ടർ അൻസാർ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഗുഡ് ഈവനിങ്. ഞാൻ എന്താണ് പറയുന്നത്, ദേവരാജൻ ഡോക്ടർ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കായിരുന്നു. കാരണം ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ച ഒരു മീറ്റിങ്ങില് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ എല്ലാവരെയും ബോധിപ്പിച്ചതാണ്. ശേഷം വളരെ രസകരമായ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി, അത് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അതായത് ഞാൻ ഇപ്പം ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടേണ്ടി വന്നു. മറ്റൊന്ന് 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. കാരണം ഇത് അനുകൂലികള് നമ്മുടെ ഇപ്പൊ നമ്മള് പ്രതികൂലിക്കുന്നവരും മറ്റൊരു അനുകൂലിക്കുന്നവരും, അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടന എന്ന് അവകാശപ്പെടുന്ന സംഘടന, പിന്നെ ഇടതുപക്ഷ സംഘടന, ഇവരെല്ലാം ഇതിനെ അനുകൂലിക്കുകയാണ്. എന്നിട്ട് ഇടതുപക്ഷത്തിൽ സംഘടനയുടെ ഒരു നേതാവ്, അദ്ദേഹം ഇപ്പൊ നടന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞാല് അത് സത്യമാക്കാം എന്നുള്ള ആ ഗീബൽസ്യൻ തന്ത്രം, അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്താലും മതി എന്നാണ്. അതായത് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് കൊടുക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹം അതിനെ വിവക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിലൊരു ക്ലോസിൽ പറയുന്നുണ്ട്, വിജ്ഞാപനപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ട്. ഞാൻ ആക്ട് ഒന്നും ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല, പക്ഷെ എന്നാലും ആ വിജ്ഞാപനപ്പെടുത്തുന്ന ഓഫീസർ എന്ന് പറയുമ്പോൾ അത് സമിതി അംഗങ്ങളാണെന്ന് അദ്ദേഹം അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആ സമിതി അംഗങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്താൽ മതി, അത് മെഡിക്കൽ ഓഫീസർ തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പൊ ആരോ ചോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് കൊടുത്താലും മതി എന്ന് പറഞ്ഞു. കാരണം ഇത് ചവറ്റുകൊട്ടയിൽ ഇടാനുള്ളതാണോ? ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കാം ഇദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ വേറൊരു കാര്യം ദേവരാജ ഡോക്ടർ കൃത്യമായി പറഞ്ഞു, അത് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ IFPHന്റെ ആ ചർച്ചയിൽ നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. അതായത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസറാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഡോക്ടർ രാജു
അല്ല ഡോക്ടർ അല്ല അദ്ദേഹം DMO ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റോ മറ്റാണ്. IHMAക്ക് ക്ലാസ് എടുത്തു. അതിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ ആ ഡോക്ടറോട് കൃത്യമായി ചോദിച്ചു. അപ്പൊ അല്ല ഐ മീൻ രാജു എന്ന് പറയുന്ന അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞു, വേറൊരു ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞാൽ കൺസേൺഡ് പ്രാദേശിക ആണെങ്കിൽ ആ കൺസേൺഡ് മെഡിക്കൽ ഓഫീസറാണ്, അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം റിപ്പോർട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സഡൻ ആയിട്ടുള്ള ആക്ഷനും അതൊക്കെയാണ്. പക്ഷെ അപ്പോ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡോക്ടർ സംശയം പറഞ്ഞെന്താ വെച്ചാല് വ്യാജ ഡോക്ടർമാരെ കാര്യം. അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞു ഈ വ്യാജ ഡോക്ടർമാരെ പറയാൻ കാരണം എന്താ അറിയോ? ഈ ഇടതുപക്ഷ സംഘടനയുടെ നേതാവ് പറഞ്ഞ് വ്യാജ ഡോക്ടർമാരെ നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് പറ്റുന്നു, ഈ ആക്ട് ഉണ്ട്. പക്ഷെ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം, കാരണം അതിലെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു തട്ടും കൂടി തട്ടിവെച്ചു. അപ്പൊ ഇത് പല ഡോക്ടർമാർക്കും സംശയമായി. അപ്പൊ അവര് വിചാരിച്ചത് എന്താ വെച്ചാൽ, അപ്പൊ വ്യാജ ഡോക്ടർമാരുടെ കാര്യം പറയണത് എന്താ വെച്ചാൽ, ഇതിന് ഇവിടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് ഉണ്ട് ഇവിടെ, അത് ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യാജ ഡോക്ടർമാരെ ഇത് ചെയ്യാം, അതിന് ഈ നിയമമൊന്നും ആവശ്യമില്ലെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഇങ്ങനെ പിന്നെ ഈ രാജു എന്ന് പറഞ്ഞ അദ്ദേഹം പ്രിപ്പയർ ചെയ്ത ക്ലാസ് പൂർണ്ണമായിട്ടും അലോപ്പതി ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ്സാണ് ഹോമിയോപ്പതിക്കാർക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും നമ്മളുടെ സിസ്റ്റത്തിന് അധികം വെയിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അത് കൂടാതെ തന്നെ അദ്ദേഹം ഏറ്റവും അധികം പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാല് ഫൈനിനെ പറ്റിയാണ്, അവയർനെസ് ആണ് കൊടുത്തത്. അതായത് ഡോക്ടർമാർ പോയി പെടണ്ട, ഫൈൻ കിട്ടും, അത് ഭീമമായ ഫൈനാണ്, ഓരോന്നിനും എന്തൊക്കെയാണ് കൃത്യമായാണ് പറഞ്ഞിട്ടില്ല. ആ വീഡിയോ അതിൽ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിൽ സ്പെസിഫൈ ചെയ്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ റിപ്പോർട്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ ഇവര് ഉത്തരം മുട്ടിയാൽ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ എന്താ പ്രശ്നം? റിപ്പോർട്ട് ചെയ്താൽ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാല് ആ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഉന്മൂലനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അസുഖത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആവാഹിച്ചെടുക്കുക എന്നല്ല, അതിന് കൃത്യമായ ചികിത്സ എന്ന് തന്നെയാണ് അതിനർത്ഥം. അല്ലാണ്ട് അതിന് വേറെ അർത്ഥമൊന്നുമില്ല. അത് നമ്മളുടെ ചികിത്സ ചെയ്യാനോ ഹോമിയോപ്പതി ചെയ്യാനോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ രാജു എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ തൃശ്ശൂർ വളരെ എല്ലാ സിസ്റ്റവുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അത് ഭാവിയിൽ ഗുണേ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാ ഭാഗത്തും എല്ലാ സിസ്റ്റത്തിനോട് യോജിച്ച് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് മറുപടി പറഞ്ഞത്. പക്ഷെ ഈ ഉന്മൂലനം ചെയ്യാൻ ഈ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ തയ്യാറായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ആ കേസ് പോകും, യാതൊരു സംശയവുമില്ല. അത് ഇപ്പൊ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഒരു നുണപ്രചരണമായിട്ട് നമ്മൾ മറ്റുള്ളവരെ വെറുതെ പ്രൊവോക്ക് ചെയ്യാണ്, മറ്റുള്ളവരെ പേടിപ്പിക്കുകയാണെന്നുള്ള ധാരണയിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴും വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ദൈവം അവർക്ക് കൊടുക്കണം എന്ന് മാത്രമുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അൻസാർ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ. മനോജ് ഡോക്ടർ. ഒരു കാര്യം, ഒറ്റ കാര്യം. അതാണ് 30-ാം തീയതി സൗത്ത് റീജൻസിയിൽ വെച്ച്, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സൗത്ത് റീജൻസിയിൽ വെച്ച് പ്രമുഖ അഡ്വക്കേറ്റുമാർ, അഭിഭാഷകർ പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സും ഉൾപ്പെടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഉൾപ്പെടെ ഡോക്ടർമാർക്ക് മാത്രം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നടത്തുന്നു. അതിലേക്ക് ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞ പോലെ, അൻസാർ ഡോക്ടർ പറഞ്ഞ പോലെ കോഴിക്കോട് കഴിഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും 500 രൂപയാണ് അതിന്റെ ചെലവ്. 500 രൂപ എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ ഹാളിന്റെയും കൂടി വാടക മാത്രമാണ്. അപ്പൊ അത് മാത്രമാണ് നമ്മൾ അതിനു വേണ്ടി പിരിക്കുന്നത്. ഇപ്പോൾ 60-ൽ മേൽ ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഉള്ളവരും കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ക്ലാസ് ഇന്ന് വിളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഇതൊന്ന് പറയാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഓക്കെ ഡോക്ടർ. അപ്പൊ അതിനകത്ത് ഈ നേരത്തെ അൻസാർ ഡോക്ടർ പറഞ്ഞതില്ല, വൈദ്യ ചികിത്സ നമ്മൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡെഫിനിഷൻ AAC-യിൽ പറയുന്നുണ്ട്, 2021 കേരള സംസ്ഥാന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് പ്രകാരം അംഗീകൃതമായ ചികിത്സാ രീതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് ഡോക്ടർ പറഞ്ഞ പോലെ, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഡിസിൻ പറഞ്ഞാൽ വാക്സിനേഷൻ മാത്രമാണ് ധ്വനിയാണ് അതിനകത്തുള്ളത്.
അപ്പൊ ഞാൻ അതിന്റെ വിദഗ്ധ സമിതിയിൽ അംഗമായിരുന്നു, ഞാൻ സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് അവർ യാതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വാക്സിനേഷൻ മാത്രമാണ് ധ്വനി ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട അതോറിറ്റി എപ്പോഴും ഹെൽത്ത് ഇൻസ്പെക്ടറിന് അല്ല ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു സംശയം ഇല്ലല്ലോ. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിൽ അവർക്ക് ഒരു ഇളവ് കൊടുക്കാം. കാരണം വെച്ചാല് IFPH ഇതിനകത്ത് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എത്രത്തോളം ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു നിയമം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നിയമപരിജ്ഞാനം ഇല്ലായിരിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരവസ്ഥയുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരവസ്ഥ, അതും കൂടെ ആയിരിക്കും. 3 കാര്യങ്ങളുണ്ട്. ആൻസർ ഓഫ് ദ ഹാൻഡ്. ഓക്കെ. അല്ല, ഇതിലിപ്പം പ്രിവെന്റീവ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇത് ചെയ്തെന്നുള്ളൂ. ഇതില് മറ്റൊരു കാര്യം, ഇവര് കമ്മ്യൂണിക്കബിൾ ഡിസീസിന് മാത്രമാണ് ഇപ്പൊ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഭാവിയിൽ ഇവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു 11ാമത്തെ അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് വരുന്നതോടുകൂടി തന്നെ നമുക്ക് ഹോമിയോപ്പതിയുടെ ഒരുപാട് മേഖലകൾ നമുക്ക് നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പ്രിവെന്റീവ് പറഞ്ഞപ്പോൾ ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ വൈക്കത്ത് നിന്ന് ഇറങ്ങിയ ഒരു നോട്ടീസ് കണ്ടു. കാരണം റീച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ്സിൽ ഒരു ഡോക്ടർ ചോദിച്ചു, എന്റെ ക്ലിനിക്കിൽ ഒരു 50 പേർക്ക് വേണ്ടി പ്രിവെന്റീവിന് വന്നാൽ എനിക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ആ ക്ലാസ് എടുത്ത ഡ്രാഫ്റ്റ് കമ്മിറ്റി അംഗം പറഞ്ഞത് എന്താണെന്നറിയോ? 50 പേർക്കൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂല, അത് റീച്ചിനെ അറിയിക്കണം, റീച്ച് അത് കൈകാര്യം ചെയ്യാന്ന്. നമ്മൾക്ക് വീട്ടിൽ വാടക കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടു ചെലവ് നടത്തുന്ന റീച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ല, നമ്മൾ സ്വയം അധ്വാനിച്ചിട്ടല്ലേ. അപ്പൊ നമ്മളുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇവരെ അന്വേഷിച്ച് പോകും. അത് പറയാൻ എന്ത് അധികാരം ഇവർക്കുള്ളത്? അത് അങ്ങനെ എന്തെങ്കിലും ഈ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മറ്റൊരു രസകരമായ ഒരു സംഭവം എന്താ വെച്ചാല്, ആഴ്സനിക് ആൽബ്, പൾസറ്റിലും പിന്നെ വേറെ ഏതോ ഒരു മെഡിസിൻ, 3 മെഡിസിനാണ് റീച്ച് കണ്ടെത്തിയത് വൈക്കത്ത്. ഇത് കണ്ടെത്തി കഴിഞ്ഞിട്ട് അവര് എത്തിയ ഒരു തീരുമാനം എന്താ അറിയോ? പൾസറ്റിൽ കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ എന്ന് പറഞ്ഞിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ നമുക്കൊന്ന് മരുന്ന് മാറ്റി പറയാമെന്നാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പൾസറ്റിലാക്കിയത്. അപ്പൊ ഇവരുടെ എന്ത് റീച്ചാണ്? അപ്പൊ ഈ റീച്ചിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അതും നമ്മളുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് വീട്ടില് അല്ലെങ്കിൽ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ 50 വീട് ഉണ്ട്, ആ 50 വീട്ടിലേക്ക് മെഡിസിൻ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ അന്വേഷിച്ച് പോവാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ബേസിൽ തന്നെ അവർ പറയണത്, അതായത് ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന്. അത് കൂടാതെ മറ്റേ ഏറ്റവും വലിയ രസം എന്താ വെച്ചാല്, ഇനി ഹോമിയോപ്പതി ഇനി ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അവര് ബുദ്ധിജീവികൾ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സ്റ്റാൻഡർഡൈസേഷൻ വരാൻ പോവാണ് ഈ നിയമം മൂലം. കാരണം ഇനി പ്രോട്ടോകോൾസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ദേവരാജൻ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു അസുഖം വന്നാലല്ലേ നമുക്ക് പ്രോട്ടോകോൾ എന്താ തീരുമാനിക്കും. നേരത്തെ കൂട്ടി തന്നെ പ്രോട്ടോകോൾ പറയാം. അപ്പൊ ഈ പ്രോട്ടോകോൾ പ്രകാരം ഇനി ചികിത്സിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും തോന്നിയ മാതിരിയൊന്നും പറ്റില്ല. പിന്നെ സ്വയം പ്രഖ്യാപിത സ്പെഷ്യലിസ്റ്റുകളൊന്നും ഇനി ഉണ്ടാവില്ല. സ്പെഷ്യലിസ്റ്റുകൾ വേണമെങ്കിൽ അത് യൂണിവേഴ്സിറ്റി കോഴ്സ് നടത്തി അതിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് മാത്രമാണ് സ്പെഷ്യലിസ്റ്റുകളായിട്ട് വരുള്ളൂ. അല്ലാണ്ട് ഒരു നിശ്ചിത അസുഖത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ മാറിയിട്ട് അടിമുടി ഹോമിയോപ്പതി മാറാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇവരോടൊക്കെ എന്താ പറയുക? ഇത്രയേ ഉള്ളൂ. താങ്ക് യു. മനോജ് ഡോക്ടർ ആൻഡ്രൂസ് അധികാരം റെസ്പോണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ റീച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത്, ഇപ്പൊ പതഞ്ജലിക്ക് സുപ്രീം കോടതി പിഴ അടിച്ചു. എന്തുകൊണ്ടാണ്? പതഞ്ജലി ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ ആധികാരികമായ ബോഡി സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ കോവിഡിന് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ആദ്യം കോടതിയിൽ കേസ് കൊടുത്തു. കോടതി കേസ് തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് ആധികാരികം പറയേണ്ട ബോഡി, ചിലപ്പോൾ അവർ എക്സ്പേർട്ട് ആണോ അല്ല എന്ന രണ്ടാമത്തെ വശം. പക്ഷെ ഒരു ബോഡി ഗവൺമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പറയാം, അവർ പറയുമ്പോഴേ കോടതി അംഗീകരിക്കുള്ളൂ. 6/3/2020 എന്തുകൊണ്ടാണ് പ്രോട്ടോകോൾ അംഗീകരിച്ചത്? അന്നത്തെ സെൻട്രൽ കൗൺസിൽ ഹോമിയോപ്പതി ഒരു ഇറക്കി, SOP ഇറക്കി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഇറക്കി. കോടതി യാതൊരു എതിരും പറഞ്ഞില്ല. അതിനാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആധികാരിക ബോഡി പറയുന്ന രീതി ഉള്ളതാണ് നമുക്ക് ഉൾപ്പെടെ നിയമപരമായിട്ട് ബെറ്റർ. പക്ഷെ ആ എത്രത്തോളം ഫാസ്റ്റ് റെസ്പോണ്ട് ചെയ്യണോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ ഭാഗം. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. ജയലളിത ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ദേവരാജൻ ഡോക്ടറോട് ചോദിക്കാനുള്ളത്,
ഹെൽത്ത് സെന്റർ ആണ് നിയറസ്റ്റ് സെന്റർ എന്നുണ്ടെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസറിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. നമ്മളുടെ പേഷ്യൻസ് ചിലവര് അലോപ്പതി കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും, ചിലവര് കഴിക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. ഹോമിയോപ്പതി മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മെഡിക്കൽ ഓഫീസർ പേഷ്യൻസിനെ അങ്ങോട്ട് വിടാൻ പറഞ്ഞാൽ ഈ രണ്ട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള കേസുകൾ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? ഒന്ന്, ഈ പേഷ്യൻസ് പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളുടെ അടുത്തോട്ട് വരും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? രണ്ട് ഡൗട്ടുകൾ. ഓക്കെ. ഈ രണ്ട് ഡൗട്ടിനും എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതോറിറ്റി ഞാനല്ല. അതോറിറ്റിയുടെ തീരുമാനം അങ്ങോട്ട് ചെല്ലുന്ന അസുഖങ്ങൾ ഉന്മൂലനം ചെയ്യേണ്ടത് അവരാണ്. ഇത് ശാസ്ത്രീയമായ രീതിയിൽ വേണം ഇതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് എന്നാണ് അതിനവർ പറയുന്നത്. അവരാണ് ശാസ്ത്രീയം. അപ്പോ മരുന്ന് കണ്ടുപിടിച്ചില്ലെങ്കിലോ? എന്നാലും ശാസ്ത്രീയമാണ്. കാരണം ശാസ്ത്രീയമായിട്ട് മരുന്ന് കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായി. ഞങ്ങൾ ശാസ്ത്രീയമായി ഇപ്പൊ കൊറോണ കാലത്ത് നടന്നതുപോലെ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് ഇതിനുള്ള ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ മരിക്കുന്നെങ്കിൽ ഈ മരുന്ന് കഴിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ശാസ്ത്രീയത വേണ്ടത്. ആ ശാസ്ത്രീയതയുടെ ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷിക്കാത്ത മരുന്നും കൊടുക്കാം. അതിന് എമർജൻസി യൂസ് ഓതറൈസേഷൻ എന്നാണ് FDA ആണത് കൊണ്ടുവന്നത്. ആദ്യകാലത്ത് FDA കൊണ്ടുവന്നത് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോഴാണ് FDA കൊണ്ടുവന്നത്. അതായത് ചില അസുഖത്തിന് മരുന്നുകൾ കണ്ടെത്താൻ വന്നപ്പോൾ നമുക്കൊരു പരീക്ഷണാർത്ഥം മരുന്ന് കൊടുക്കണമല്ലോ. അപ്പൊ ഇവര് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ പരീക്ഷിച്ച് പൂർണ്ണമായ പരീക്ഷണത്തിലൂടെ ഫലം കണ്ടെത്തിയ മരുന്നുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ചർച്ച വഴിമാറി പോകുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, അപ്പോൾ അവര് പുതിയ നിയമം കൊണ്ടുവന്ന് FDA അവതരിപ്പിച്ച എമർജൻസി യൂസ് ഓതറൈസേഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒന്ന് ചോദിക്കാതെയും ചെയ്യാം. ആശാന് അടുപ്പിലും ആകാന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണത്. രണ്ടാമത് അങ്ങോട്ട് പോകുന്ന ഒരാൾ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. കാരണം അതാ ഡോക്ടറെ ഞാൻ പറഞ്ഞത്, ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പേഷ്യന്റ് വേറെ പേഷ്യന്റിനോട് പറഞ്ഞെങ്കിൽ നമ്മുടെ വില എന്താവും? ഓരോരുത്തരോടും പറഞ്ഞങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു വിട്ട്, ഇനി നമുക്കെന്നാ അങ്ങോട്ട് പോവാം, ഇനി ഹോമിയോപ്പതിയിലോട്ട് പോവണ്ടെന്ന് അവര് പറയണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, അതിനൊക്കെ അതാണ് ഉദ്ദേശം. അതായത് പിന്നെ ഏകാരോഗ്യം എന്നാണ് അതിന് മുന്നോട്ട് വെക്കുന്നത്. ഏകാരോഗ്യത്തിന്റെ ഡെഫിനിഷൻ വേറെ ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന ഏകാരോഗ്യത്തെ ഏക സിസ്റ്റത്തിലൂടെ ആരോഗ്യം കൊണ്ടുവരിക എന്നാണ്. മറ്റത് നമ്മളൊരു അസുഖം മാറ്റിയാലും അവർ പറയുക അതൊരു വിശ്വാസ ചികിത്സയാണെന്നോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് അവർ കൊടുക്കുന്നത്. ശാസ്ത്രീയമായിട്ട് വേണം അസുഖം മാറാൻ. ശാസ്ത്രീയം എന്ന് ഉദ്ദേശിക്കുന്ന അവർ നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ച് വേണമെന്നാണ് അവർ പറയുന്നത്. അങ്ങോട്ട് പോയത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ശാസ്ത്രീയമല്ലാത്ത ഒരു സാധനത്തിലേക്ക് അവർ തിരിച്ചു പറഞ്ഞു വിടും എന്ന് കരുതണമെങ്കിൽ നമ്മൾ അത്ര ഇത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ പറയുന്നുണ്ട്, ഈ മെഡിക്കൽ ഓഫീസർമാരൊക്കെ നല്ലവരാണെങ്കിൽ, അതായത് ഈ മെമ്പർ സെക്രട്ടറിമാരായിട്ടിരിക്കുന്ന മെഡിക്കൽ ഓഫീസറൊക്കെ നല്ല മനുഷ്യരാണെങ്കിൽ അവരിങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറയാം. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നല്ലതോ ചീത്തയാണോ എന്ന് നോക്കിയിട്ടല്ല നിയമം നടത്തില്ല. നിയമത്തിൽ നല്ലതും അതൊന്നുമല്ല. നിയമത്തിലെ വ്യവസ്ഥ കൃത്യമായിട്ട് എഴുതി വെക്കണം. അല്ലാതെ ഒരു നല്ലൊരാളാണ് എന്നെങ്കിൽ നമുക്ക് തരാൻ പറ്റില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പക്ഷെ നിയമത്തിന്റെ കാര്യത്തിൽ നല്ലതും ചീത്തയല്ല നോക്കുന്നത്, വ്യവസ്ഥ ഉണ്ടോ എന്നുള്ളത്. അത് തിരിച്ചു വിടാനായിട്ട് വ്യവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ്. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വരത്തില്ലല്ലോ. പറയാനുണ്ടോ? അല്ലേ? നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് ഒരു ഡെങ്കു നമ്മള് ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ തന്നെ ചിലപ്പോ അത് മാറിപ്പോയി എന്ന് വരാം. അങ്ങനെയുള്ള ഒരു കേസിൽ ഡെങ്കു മാറിപ്പോയി അത് വേറൊരാൾക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യന്റ് പറയണേ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സിംറ്റം ഉണ്ടായിരുന്നു, ഇന്ന ഡോക്ടറിന്റെ ഞാൻ കഴിച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മ ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്കത് ഇന്നതാണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതിന് ടൈം എടുക്കുമല്ലോ. അതിക്ക് മുമ്പ് ചിലപ്പോ ഇത് മാറി പോണേണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവോ? പ്രശ്നമാകുന്ന ഇത് നമ്മുടെ കയ്യിൽ തെളിവില്ല എന്നുള്ളതാണ്. മാറിയാൽ പോലും തെളിവ് വേണം. നമ്മുടെ കയ്യിൽ തെളിവില്ല. പിന്നെ പലപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന സാധാരണക്കാരാണ്. നമ്മളപ്പോ ഒരുപാട് ടെസ്റ്റുകളൊന്നും ആദ്യമേ തന്നെ പറയാറില്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ മരുന്നൊക്കെ കൊടുത്തിട്ട്, അത് മാത്രമല്ല ഒരു ശരീരം വേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഡോക്ടർ പറഞ്ഞതിന് ഉള്ള മറുപടി എങ്കിലും ഞാൻ ആ സാധ്യത പറയാം. ഈ ട്രെയിൻ സൗകര്യം, യാത്രാ സൗകര്യം വർദ്ധിച്ചതോടുകൂടി
പണ്ട് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ആദ്യ കാലത്തൊക്കെ ഞങ്ങളുടെ പ്രദേശത്ത് ചിക്കൻ ബോക്സ് വന്ന് അവിടെ തന്നെ കാരണം അവിടെ തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്, ജീവിക്കുന്നത്, പക്ഷെ എല്ലാം അവിടെ തന്നെയാണ്. ഇപ്പൊ അതല്ല, ഇന്ന് ഇവിടെ നിൽക്കുന്ന ആള് നാളെ ഇവിടെ ജമ്മു കാശ്മീരിലുള്ള ഒരാളുമായിട്ട് വരെ കണക്ഷൻ ഉണ്ടാകും. കാരണം അയാൾ കയറുന്ന ട്രെയിനിൽ ജമ്മു കാശ്മീരിലുള്ള ഒരാളുണ്ടെങ്കിൽ അവര് തമ്മിൽ അപ്പോ ഈ അസുഖങ്ങൾ നമ്മളൊരു ലൊക്കാലിറ്റി വെച്ച് ഇന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരൊറ്റ ചിക്കൻ ബോക്സ് പോലും ഇല്ലാതെ ഒരു ഫ്രഷ് കേസ് ചിക്കൻ ബോക്സ് വരുമ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ എറപ്ഷൻ ഉണ്ടാവില്ല, പ്രീ എറപ്റ്റീവ് സ്റ്റേജിലായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. പ്രീ എറപ്റ്റീവ് സ്റ്റേജിൽ വരുന്ന ഒരു സംഭവം നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട് ഇത് ഇവരെ അറിയിക്കും? എങ്ങനെ ശരീരം വേദന പറഞ്ഞുകൊണ്ട് നമ്മളെ എങ്ങനെ അറിയിക്കും? കാരണം ഈ അയാൾക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയതാ. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾക്കൊരു കേസ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നമുക്കറിയാം ഇത് ചിക്കൻ ബോക്സ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ഇത് അതിനുള്ള സാധ്യതയൊന്നും അവർ തരുന്നില്ല. ചിക്കൻ ആണെങ്കിലും ഡെങ്കി ആണെങ്കിലും പിന്നെ മറ്റുള്ള ഏത് അസുഖവും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ട സമയം പോലും ഇവർ തരുന്നില്ല. ഇവർ പറയുന്നത് അത് അപ്പൊ തന്നെ വിവരം അറിയിക്കുക, നമ്മളിവിടെ ഇരിക്കുന്നത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ മൻസാർ ഡോക്ടർ അതാണ് പറഞ്ഞത്. ഒരു ഗ്രൂപ്പിൽ കയറിയ ഡോക്ടർ പറഞ്ഞത് നമ്മൾ റെഫർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹവും രണ്ടുപേരും ഭാര്യയും മെഡിക്കൽ ഓഫീസർമാരാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും റെഫർ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ മറുപടി കൊടുത്തു. അതിവിടെ പറയുന്നത് നമുക്ക് ആളിലേക്ക് പോകാം. ഡോക്ടർ സംശയം ചോദിക്കാം. പിന്നെ രാജേശ്വരി ഡോക്ടർ കുറച്ചധികം സമയമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ എന്താന്നുള്ളത് പറയാം. സംശയം. നമസ്കാരം. ഞാൻ ദേവൻ ഡോക്ടർ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങാം. ഞാൻ 2 സെക്ടർ, അതായത് പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും ഒരേപോലെ തന്നെ അനുഭവിക്കുകയും കണ്ടറിഞ്ഞ ഒരാളാണ്. ഇപ്പൊ പ്രത്യേകിച്ചും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പ്രൈവറ്റ് സെക്ടറിൽ വന്നപ്പം ഉള്ള ഒരു ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. പിന്നെ ദേവൻ ഡോക്ടർ ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ക്ലിയർ ചെയ്താൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. തന്നെയുമല്ല, നമ്മൾ IFPHന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ 2 മാസത്തോളം ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താണ് എന്നുള്ളതല്ലേ നമ്മൾ ഇനി ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഉള്ള ആ പുതിയ ഡോക്ടേഴ്സിന്റെ ആ ഒരു കൂട്ടായ്മയിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാനാണ് പോകുന്നതെന്നും കൂടി പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പാർട്ടിസിപ്പൻസിന് ഒരു ധൈര്യമാകും. അടുത്ത മൂവ്മെന്റ്സ് ആണ് ഇനി പറയേണ്ടത്. ഡിസ്കഷൻ എന്ന് പറയും, ഡിസ്കഷൻസ് ഒരുപാട് നമ്മൾ നടത്തിയതല്ലേ. അപ്പൊ അങ്ങനെയും കൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. അതിൽ പറയാനുള്ളത്, നിലവിലെ വ്യവസ്ഥ പ്രകാരം നമ്മൾ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇവിടെ നിലനിൽക്കുന്ന, അതായത് ഒരു മെഡിക്കൽ ഓഡിറ്റ് വേണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രദേശത്ത് എത്ര ഫീവർ കേസുകളുണ്ട് എന്നുള്ള ഒരു കണക്കൊക്കെ വേണം. അതിന് വേണ്ടി അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് അല്ലാതെ ഇവര് പറയുന്ന വ്യവസ്ഥ പ്രകാരമുള്ള ഈ എല്ലാ വിവരങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ചികിത്സ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുള്ള റിപ്പോർട്ടിങ് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. ഇത് നിലവിൽ അങ്ങനെ ബിൽ വ്യവസ്ഥകൾ പറയുന്നില്ല. ഇത് ബില്ല് കൃത്യമായിട്ട് പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് കൃത്യമായ ഉറപ്പോട് കൂടി തന്നെയാണ് പറയുന്നത്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ അതിനിടയ്ക്ക് പറയാനുണ്ട്. കാരണം നമ്മുടെ മറ്റേ ഗ്രൂപ്പിൽ ഈ ക്ലാസ് എടുത്ത് നടക്കുന്ന ഒരു ഫാക്കൽറ്റി ആദ്യം തുടക്കം തൊട്ടുണ്ട്. പുള്ളി ദൈവത്തെ പോലെയാണ്, അദൃശ്യ സാന്നിധ്യമാണ്. പുള്ളി ഒരു അക്ഷരം മിണ്ടത്തില്ല. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളാണ് പുള്ളി കൊണ്ട് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഈ ലാസ്റ്റ് ദിവസം അദ്ദേഹത്തെ ഞാനാണ് റിമൂവ് ചെയ്തത്. 11ാമത്തെ മണിക്കൂറിൽ 11 മണിക്ക് രാത്രിയാണ് റിമൂവ്. കാരണം അന്ന് അവിടെ ചർച്ച ചെയ്ത കാര്യം വരെ നമ്മൾക്ക് വീഡിയോ റെക്കോർഡ് കിട്ടുമല്ലോ, മറ്റൊരിടത്ത് പോയി അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇവിടെ നിൽക്കേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് കൂടുതൽ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലെ മറ്റൊരു ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് അത് മോശമായി പോയി എന്ന് പറഞ്ഞു. ഈ ഇവിടെ നിൽക്കുന്ന ഒരാള് ഇപ്പൊ എതിരെ അഭിപ്രായമുള്ളവർക്ക് ഗ്രൂപ്പിൽ തുടരാം. പക്ഷെ അവർ പറയണം, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇന്നതുകൊണ്ട് ഇന്നതാണ് വകുപ്പിലുള്ളത് എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം. അതല്ലാതെ ഇതെല്ലാം കണ്ടിട്ട് പുറത്തു പോയിട്ട് ഇതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കോപ്പി ചെയ്തെടുക്കുക. ബില്ല് പോലും ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അവിടെ തന്നെയുള്ള ഒരു മെഡിക്കൽ ഓഫീസർ, ഇദ്ദേഹം മെഡിക്കൽ ഓഫീസർ തന്നെയാണ് കേട്ടോ ക്ലാസ്സിൽ. വേറെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് IFPHന്റെ നോട്ട് വെച്ചാണ് പുള്ളി ക്ലാസ് തന്നെ തയ്യാറാക്കുന്നത്. അദ്ദേഹം എഴുതി വിട്ട കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ പലയിടത്തും ഉണ്ട്. പിന്നെ നിലവില് ഇത് പറയുമ്പോൾ അതിന്റെ വകുപ്പുകളിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. എന്നാൽ പോലും ഇവരൊക്കെ ഇവരും പഠിക്കട്ടെ. ഇപ്പോൾ നിലവിൽ ഈ വ്യവസ്ഥ പ്രകാരം അറിയിക്കേണ്ട ആവശ്യമില്ല. അറിയിക്കേണ്ടതായ ആവശ്യമേ ഇല്ല എന്നല്ല പറഞ്ഞ, ഈ വ്യവസ്ഥ പ്രകാരം അറിയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കും എന്ന് പറയുന്ന ചട്ടങ്ങളിലൂടെ ഇതിന് മാറ്റം വരുത്താൻ കുറെ കഴിയും. ചട്ടങ്ങളിലൂടെ മാറ്റം വരുത്തിയ സംഭവങ്ങളുണ്ട്. എന്നാ ആദ്യം ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ബാക്കായി പോയി, ഇത് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇത് മാറ്റാൻ പറ്റത്തില്ലെന്നാണ്. അതിന് ഞങ്ങളുടെ അഡ്വക്കേറ്റ് തന്നെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ആണ്, കോഴിക്കോട് ലീഡിംഗ് പ്രാക്ടീഷണറാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. ഭരണഘടനയ്ക്ക് എത്ര ഭേദഗതി വന്നു, അമെന്റ്മെന്റ് എത്ര 164 അത്രയും അമെന്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വന്നു. ഭരണഘടനയിൽ വലുതൊന്നുമല്ല ഒരു ആക്ട്. അപ്പോ അത് അദ്ദേഹം പറഞ്ഞ കാര്യം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഈ നമ്മൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹോമിയോപ്പതി നമ്മൾ മെഡിക്കൽ പ്രാക്ടീസേഴ്സ് ആക്ടിൽ പറയുന്നുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് ഹോമിയോപ്പതിക്കാരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയണം, അത് ഹോമിയോപ്പതിക്കാരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല ആക്ടില്. പക്ഷെ നമ്മൾക്ക് റൂളിംഗ് കിട്ടി, നമ്മൾ ചില മെമ്മോറാണ്ടം കൊടുത്തപ്പോൾ നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ടൈം കൊണ്ട് ഞാൻ പറഞ്ഞ പിന്നീട് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഇത് കിട്ടി. അങ്ങനെ എക്സെപ്ഷൻ തരാം. ഈ ആക്ടിൽ തന്നെ ചട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എക്സെപ്ഷൻ തരാം. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പലരും പറയുന്ന ആക്ടിന്റെ വിശാരദന്മാരാണ് ഇതിനകത്ത് ഇറങ്ങി നടക്കുന്ന പലരും എന്നാണ് അവർ സ്വയം ഭാവിക്കുന്നത്. അവര് പറയുന്നത് അതിന് പറ്റത്തില്ല. ഇപ്പോ പിന്നെ പല ഈ നേരത്തെ അൻസാർ ഡോക്ടർ പറഞ്ഞ പോലെ IHMയുടെ ക്ലാസ്സിൽ പങ്കെടുത്ത അങ്ങേരും പറഞ്ഞു ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് മാറ്റം വരും, ആ മാറ്റം വരുത്താൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ മെഡിക്കൽ ഓഫീസർക്ക് തന്നെയാണ് ഇത് കൊടുക്കേണ്ടത്, അതും മാറ്റാൻ നമുക്ക് ശ്രമിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നമ്മളെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും നമ്മളെന്ന് പറയുന്ന ഒരു കാലം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം അലോപ്പതി മേഖലയിൽ നിന്ന് വന്നാണ്, എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് നമുക്ക് അതിന് ശ്രമിക്കാം. അപ്പൊ നിലവിലില്ല, അത്രേ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മെഡിക്കൽ ഓഫീസർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഓഫീസർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അദ്ദേഹവും പറയുന്നു നമ്മൾക്കത് മാറ്റാൻ ശ്രമിക്കാമെന്ന്. തന്നെയല്ല നമ്മൾ പറഞ്ഞത്, IAPHO അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മ ഡോക്ടർമാരുടെ മാത്രമായ കൂട്ടായ്മ, IAPH മറ്റുള്ളവരും ഉണ്ട്, ഡോക്ടർമാരുടെ മാത്രമായ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ പറഞ്ഞാൽ അത് തെറ്റ്. ഇത് മറ്റുള്ളവർ എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത്? അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഈ അത്തരം കാര്യങ്ങൾ ഇവര് മാത്രമായി സ്വീകരിക്കുന്ന രീതി ശരിയല്ല എന്നുള്ള കാര്യത്തിൽ റെക്കോർഡാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് മാറ്റാൻ പറ്റത്തില്ല. അദ്ദേഹം തന്നെ പറയുന്നു നമ്മൾക്ക് അങ്ങനെയുള്ള അതിന് ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത്തരം മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരെടുത്ത് കൊടുത്തിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിമാരെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ IAPHന്റെ കാര്യം എല്ലാം പറഞ്ഞു, അല്ലാതെ തന്നെ ഇതിന്റെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത്തരം ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ ഞായറാഴ്ച കൂടുന്ന യോഗത്തിൽ എല്ലാവരും കൂടി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി ഫലപ്രദമായ മറ്റെന്തെങ്കിലും നിയമ സംരക്ഷണം ഉൾപ്പെടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിയമ സംരക്ഷണം ഉൾപ്പെടെ. കാരണം ഇത് ഈ നമ്മൾക്ക് ഒരു ലീഗൽ ഇത് വേണ്ടി വരും. കാരണം ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാളെ പിഴ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയാൽ നമ്മൾക്കൊരു സപ്പോർട്ട് വേണ്ടേ? നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അന്നീ പറഞ്ഞ സംഘടനാ നേതാക്കന്മാരും ഇവരാരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഒരു പൊതുവേദിയിൽ പ്രാക്ടീസ് ചെയ്യാത്തവർ ഇതിന്റെ വിഷമം അറിയാൻ പാടില്ല. ഈ ഒരു പേഷ്യന്റ് വന്നിട്ട് പോകുമ്പോ അത് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അതിന്റെ വിഷമം എന്നറിയണത് വെറും ഡെസിഗ്നേഷൻ മാത്രം വെക്കാൻ പഠിച്ചവന് അതിന്റെ വിഷമം മനസ്സിലാകത്തില്ല. ഇത് സംഭവം ശരി. പിന്നെ മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു മഹത്തായ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഹോമിയോപ്പതി സിസ്റ്റം ഇവിടെ നിലനിൽക്കണമെന്ന്. ഇതിലൂടെ ജനങ്ങൾക്ക് പാർശ്വഫലരഹിതമായ ഒരു ചികിത്സാ രീതി കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നൊന്നുമില്ല. പക്ഷെ ഇത് നിർബന്ധമാണ്. ഇതിവിടെ നിലനിൽക്കണം. ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത് അങ്ങനെ നിലനിൽക്കാത്ത ഒരു അവസ്ഥ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ചില ആക്ടുകൾ കൊണ്ടുവന്നിട്ട്. പക്ഷെ അമേരിക്ക അല്ല കേരളം, അമേരിക്കയല്ല ഇന്ത്യ. ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമുണ്ട്. ഈ നിയമം നമ്മൾക്ക് എന്തായാലും ആ നിയമത്തെ മറികടക്കാനായിട്ട് ഇവർ എന്തുകൊണ്ടാണ് ആദ്യത്തെ ആക്ടില് ഭീകരമായിരുന്ന ആദ്യത്തെ ആക്ട്, ആ ആക്ട് തൊട്ട് ഇതിന്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണ് 33 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തനിച്ചാണ് മറുപടി തയ്യാറാക്കിയത്. ആ ആക്ട് തൊട്ട് പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ലക്ഷ്യം ഭീകരമാണ്. ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇവരുടെ താല്പര്യങ്ങൾ ഭീകരമാണ്. ആ താല്പര്യങ്ങൾ മനസ്സിലാകാതെയാണ് ഇപ്പൊ ഇത്തിരി പഞ്ചസാര പുറമെ ഇട്ട് തന്നപ്പോ ഒരു കാപ്സ്യൂള് തരുന്നത് പോലെ അകത്ത് ഭയങ്കര കയ്പും പുറത്തിച്ചിരി മധുരവും വെച്ച് തരുന്ന പോലെ നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യും. നമ്മളെ കൊണ്ടാവുന്ന വിധം ചോദ്യം ചെയ്യും. അത് നമ്മൾക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും കൂടിയാണ്, വരുന്ന തലമുറയ്ക്കും കൂടി വേണ്ടിയിട്ട്. സലീംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഡോക്ടറെ വിളിക്കുക. സലീംകുമാർ ഡോക്ടറെ.
അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക ഡോക്ടറെ. ഡോക്ടറെ, ആദ്യത്തെ കാര്യം, ഡോക്ടർ മുറിയിൽ വേറൊരു ഫോൺ കൂടി ഓൺ ആയിരിക്കുന്നുണ്ടോ? എങ്കിൽ അത് ഓഫ് ആക്കണം, മുഴക്കം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കേൾക്കാവോ? കേൾക്കാം. ഒരു ഫോൺ കൂടി ഓൺ ആയിരിക്കണമെങ്കിൽ ഓഫ് ആക്ക്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകുടുംബമാണ്. എനിക്ക് ഭാര്യ 2-3 കുട്ടികളുണ്ട്. അതുപോലെ എന്നോടൊപ്പം തന്നെ എൻ്റെ അനിയനോ ചേട്ടനോ തൊട്ടടുത്ത വീട്ടില് അവരും മക്കളും താമസിക്കുന്നത്. എനിക്ക് ഹോമിയോപ്പതിയിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ ഞാൻ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിക്കുന്നു. കുറച്ച് ഇറപ്ഷൻ ഒക്കെ വരുന്നു. 5-ാം പനി, എന്ത് പനിയാണെന്ന് ഡോക്ടർക്ക് അറിയില്ല. ആ ഡോക്ടർ 5-ാം പനി ആയിരിക്കാം എന്തുവാന്ന് പറഞ്ഞില്ല. ആ ഡോക്ടർ മരുന്ന് തന്നു. എന്റെ കൊച്ചിന്റെ 5-ാം പനി മാറി. ഈ 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ കുട്ടി അപ്പുറത്തെ വീട്ടിൽ അനിയന്റെ കുട്ടിയായിട്ട് കളിക്കുന്നു. ആ കുട്ടിക്ക് ഈ പനി വരുന്നു. അവിടെ അപ്പുറത്ത് നിന്ന് ആ ഡോക്ടർ ഇംഗ്ലീഷ് മരുന്നിന്റെ ഗവൺമെന്റ് ഡിസ്പെൻസറിയുടെ തന്നെ അലോപ്പതി ഡോക്ടറെ കാണിക്കുന്നു, പ്രൈമറി ഹെൽത്ത് സെന്ററിൽ. അല്ലെങ്കിൽ അവിടെ അയാൾ പറയുന്നത് ഇത് 5-ാം പനിയാണല്ലോ. അപ്പോഴാണ് പറയുന്നത് അപ്പുറത്തെ കുട്ടിയെ കുറിച്ച് കളിക്കണ്ടായിരുന്നു ഇതാണ്. അപ്പൊ ഈ ഡോക്ടർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ എനിക്കൊരു 5-ാം പനി കേസ് വരുന്നു അയാളുടെ റൂൾ അനുസരിച്ച്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ആദ്യം ഞാൻ പോയ ഡോക്ടർക്ക് എതിരായിട്ട് മറ്റേ ആൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ലേ 5-ാം പനി റിപ്പോർട്ട് ചെയ്യാതിരുന്ന പേരിൽ? ബില്ല് പ്രകാരം ആക്ഷൻ എടുക്കാം. ബില്ല് ഇതേ രീതിയിൽ, ഈ ചട്ടങ്ങൾ ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആക്ഷൻ എടുക്കാം. കാരണം 24 അവേഴ്സിനുള്ളിൽ നമ്മൾ അറിയിച്ചിരിക്കണമെന്ന് ബില്ലിൽ വ്യക്തമായിട്ട് പറയുന്നത്. ഇവർ ഈ പറയുന്ന ഈ ഇന്റർനാഷണൽ താരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവര് പറയുന്നത് ഇത് 5 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതിന് യൂണിവേഴ്സൽ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം ആക്ട് പ്രകാരം ബില്ലെന്നല്ല ആക്ട് ആണെന്ന് എന്റെ ഭാര്യ എന്നെ തിരുത്തി. അതെന്തെങ്കിലും അപ്പൊ ആക്ട് പ്രകാരം ഈ ബില്ലിന്റെ കൂടെ കുറെ നാൾ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഇതായിപ്പോയി. ആക്ട് പ്രകാരം പിന്നെ ഇത് 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം, അല്ലാതെ എപ്പോഴെങ്കിലും അപ്പൊ അസുഖം ഡയഗ്നോസ് ചെയ്യണ്ട. അസുഖം ഡയഗ്നോസ് ചെയ്യാൻ 24 മണിക്കൂറിനുള്ളിൽ എങ്ങനെ പറ്റും? 24 മണിക്കൂറിനുള്ളിലാണ്, കഴിഞ്ഞിട്ടല്ല, ഉള്ളിൽ അറിയിച്ചിരിക്കണം. നമ്മള് ഹോമിയോപ്പതിക്കാർ ഇറപ്റ്റീവ് ഫീവർ എന്നല്ലേ എഴുതി വെക്കുള്ളൂ. നമുക്ക് 5-ാം പനിയാണെന്ന് മനസ്സിലായില്ല, പക്ഷെ നമുക്ക് മരുന്ന് മാറ്റാൻ അറിയാം. അതാണ് വിഷയം. അല്ല, അത് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. അതായത് രോഗമോ രോഗത്തോട് സാമ്യമുള്ള ലക്ഷണങ്ങളോ ഒന്നും ആക്ട് മുഴുവൻ വായിച്ചത് എല്ലാം കൂടി ഇരുന്ന് വായിച്ചതാ. അതുകൊണ്ടാണ് പറയണത്, വകുപ്പെടുത്ത് വായിച്ച് കേൾപ്പിക്കും. സാമ്യമുള്ള ലക്ഷണങ്ങളോ ആയി വരുന്ന രോഗികളെ വിവരം നിങ്ങൾ അവിടെ അറിയിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഒരൊറ്റ കേസ് പോലും ഞങ്ങൾ കയ്യിൽ നിന്ന് വിടത്തില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതൊക്കെ കിട്ടണം, എല്ലാം കിട്ടിയേ പറ്റൂ. ഇതൊന്നും സംഘടനക്കാർക്ക് അറിയില്ല. ഇത് കൃത്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഈ ഡോക്ടറുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പണ്ട് കോവിഡ് ലൈക്ക് സിംറ്റംസ് എന്നൊക്കെ എഴുതിയ പോലെ എഴുതാന്നല്ലേ, നടക്കില്ല. നമ്മുടെ സമയം ഇത്രയുമായി, നമുക്ക് 3 മിനിറ്റാണുള്ളത്. ഇത് നമുക്ക് ചർച്ച വീണ്ടും തുടരണം. വാസ്തവത്തിൽ ഇത് നമുക്കൊന്നും ആയിട്ടില്ല. ഇനിയും പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ധനേഷ് ഡോക്ടറോടൊന്ന് പറഞ്ഞ് നമുക്ക് ഒരു ദിവസം കൂടെ ഇത് അല്ലെ നാളെ തന്നെ വെക്കുവാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ഇപ്പം ഇനി ആർക്കെങ്കിലും അത്യാവശ്യമായി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ആണുള്ളത്. എനിക്കൊരു സംശയമുള്ളത്, ഈ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ചെയ്യുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, വാക്കിന്റെ അർത്ഥം അതല്ല, ഫലത്തിൽ അങ്ങനെ വരും. നമ്മൾ സാധാരണ ഞാനൊക്കെ ഗവൺമെന്റ് സെക്ടറിൽ ഇരുന്നപ്പോ നമ്മള് DMOയുടെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്ര ഫീവർ, ഇത്ര മെയിൽ, ഫീമെയിൽ, ചൈൽഡ്, ടോട്ടൽ എന്ന് പറഞ്ഞു. അപ്പൊ ആണോ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം. പിന്നെ ജയലളിത ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് വിടേണ്ട കാര്യമുണ്ടോ, പ്രത്യേകിച്ച് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പേഷ്യന്റിന് എന്നുള്ളതും കൂടി ഒരു സംശയം ഉണ്ട് എനിക്ക്. ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു വിടണം. അതായത് പിന്നെ ഇതിന്റെ കൃത്യമായിട്ട് അദ്ദേഹം ഇതിന് ഒരു നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോ അന്ന് കൊറോണയിലെ പോലെ ഇതിന് ഇന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾക്ക് കോവിഡ് ലൈക്ക് സിംറ്റംസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചാണല്ലോ. ഇവിടെ എത്ര പേരെ ചികിത്സിച്ചു, നമ്മൾ അനുവാദം കിട്ടാതെ തന്നെ നമ്മൾ ചികിത്സിച്ചു. പക്ഷെ അത് ഇനി പറ്റത്തില്ല. ഇനി ആ ലക്ഷണങ്ങളുമായിട്ട് വരുന്നവരെ പോലും അങ്ങോട്ട് പറഞ്ഞു വിടാൻ ബാധ്യസ്ഥരാണ്. പിന്നെ അന്ന് അറിയിച്ചതുപോലെ ചിൽഡ്രൻ ഇത്ര എന്ന് പറഞ്ഞ് അറിയിച്ചാൽ പോരാ, പേര് കൊടുക്കണം, വീട്ടുപേര് കൊടുക്കണം, ഫോൺ നമ്പർ കൊടുക്കണം,
ആധാർ ഉണ്ടെങ്കിൽ അതുകൂടി കൊടുത്താലും കുഴപ്പമില്ല എന്ന് ആധാറിന്റെ എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു സംസാരത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൃത്യമായ വിവരം കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ്, ഇവർക്ക് അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ്? അതിനുശേഷം ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ഈ രോഗിക്ക് ഏത് ചികിത്സ വേണമെന്ന് ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിന് വിരുദ്ധമാണ്, തെറ്റാണ്. കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. നമ്മൾക്ക് കൃത്യമായിട്ട് കോഡ് ഓഫ് കണ്ടക്ട് ഒരു ഡോക്ടർ രോഗിക്ക് സ്വന്തമായിട്ട് പോകാം, പക്ഷെ വേറൊരു ഡോക്ടർ വന്നിട്ട് എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല എന്നാണ്. അതാണ് കോഡ് ഓഫ് കണ്ടക്ട്. ഇതൊക്കെ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും വായിക്കാതെയാണ് കുറെ സംഘടനക്കാര് നമ്മളെ സമുദ്ധരിക്കാനായിട്ട് നടക്കുന്നത്. നന്ദി ഡോക്ടറെ. ഇനിയിപ്പോ നമുക്ക് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ജയലളിത ഡോക്ടർ. അപ്പൊ എല്ലാവരും ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവരായിരിക്കും കൂടുതൽ. 60 പേരെന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥിരം ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരും കൂടി രജിസ്റ്റർ ചെയ്ത് ഈ പരിപാടി ഒരു വിജയകരമാക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കും. ഓക്കെ ദേവരാജൻ ഡോക്ടറെ, നല്ലൊരു ചർച്ചയായിരുന്നു. പക്ഷെ എങ്ങും എത്തിയിട്ടില്ല. വീണ്ടും നമുക്ക് ഇതിന്റെ തുടർഭാഗങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ദേവരാജൻ ഡോക്ടറിന്റെ സാന്നിധ്യം, അൻസാർ ഡോക്ടർ, എല്ലാവരും ഡോക്ടർ ഇനി അടുത്തത് അൻസാർ ഡോക്ടർ എടുക്കുമല്ലോ. അൻസാർ ഡോക്ടർ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ അറ്റൻഡ് ചെയ്തേക്കണ ഡോക്ടേഴ്സിന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും IAPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടറെ. നന്ദി ജയലളിത ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത മനോജ് ഡോക്ടർ, അൻസാർ ഡോക്ടർ, ജയലളിത ഡോക്ടർ, രാജേശ്വരി ഡോക്ടർ, സലിംകുമാർ ഡോക്ടർ, എല്ലാവർക്കും പ്രത്യേകിച്ച് ദേവരാജ് ഡോക്ടർക്കും വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്ന സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ചർച്ച തീർച്ചയായിട്ടും വീണ്ടും തുടരണം. എനിക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ സമയപരിമിതി പോലെ മാത്രമാണ് ചോദിക്കാതിരുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമുക്ക് ഇത് വീണ്ടും തുടരണം. എൻ്റെ ഭാരവാഹികൾ പ്രത്യേകം അതിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. 1385 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.